ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 6-ാം വാക്യം വായിച്ചാൽ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 6-ാം വാക്യം. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായി. നമുക്കറിയാം, സെക്രിയാവും എലിസബത്തിനെ കുറിച്ചാണ് അവിടെ പ്രതിപാദിക്കുന്നത്. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഫാമിലി ലൈഫ്. ഫാമിലി ലൈഫ് ഏറ്റവും മനോഹരമായി കൊണ്ടുപോവുക. കുടുംബങ്ങൾക്കകത്ത് ഉണ്ടാകുന്ന വിള്ളലുകളും കുടുംബങ്ങൾക്കകത്ത് ഉണ്ടാകുന്ന പ്രശ്നവും പിണക്കവും അത് വലിയ നിലയിൽ പരാജയത്തിലേക്ക് മാറ്റപ്പെടാൻ സാധ്യതയുണ്ട്. എനിക്ക് കഴിഞ്ഞ 1-2 ആഴ്ചയ്ക്കുള്ളിൽ ഒരു 2 വിഷയം കൈകാര്യം ചെയ്യാൻ ഇടയായി. ചെറിയ വിഷയങ്ങളേ ഉള്ളൂ. കുടുംബങ്ങളിൽ പിണങ്ങി കഴിയുന്ന കുടുംബങ്ങൾ, വഴക്കും ബഹളവുമായിട്ട് കഴിയുന്ന കുടുംബങ്ങൾ, നമ്മുടെ ചർച്ചിലല്ല, പുറത്തുള്ള 2 ഫാമിലി. അപ്പം ചെറിയ വിഷയത്തിന് വരെ പിണങ്ങി കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ സഭകൾക്കകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ഒരു വിഷയവും പഠിപ്പിക്കേണ്ട വിഷയവും ഫാമിലി ലൈഫ് ഏറ്റവും മനോഹരമാക്കി തീർക്കുക എന്നുള്ളതാണ്. വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ അനേക കുടുംബങ്ങൾ തകർന്ന കുടുംബങ്ങളുണ്ട്, അനേക കുടുംബങ്ങൾ പണിയപ്പെട്ട കുടുംബങ്ങളുണ്ട്. സ്തോത്രം. നമ്മള് മാതാപിതാക്കളുടെ ഏറ്റവും ഉത്തമമായ കടമകൾ എന്താണെന്ന് ചോദിച്ചാൽ മക്കളുടെ മുമ്പിൽ മാതൃകയുള്ള ജീവിതം കാഴ്ചവെക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പിന്നീട് ദുഃഖത്തിനിടയാകാതിരിക്കാൻ നിങ്ങളുടെ തലമുറകളെ ഭക്ത്യോപദേശത്തിൽ വളർത്തുകയും ദൈവഭയത്തിൽ അവരെ വചനാടിസ്ഥാനത്തിൽ വളർത്തുകയും ചെയ്യുക. നിങ്ങൾ മാതൃകയുള്ളവരായിരിക്കുക. അത് ഏറ്റവും അനിവാര്യമാണ്. സ്തോത്രം. നിങ്ങൾ നന്നാകത്തെടുത്തോളം കാലം ഭാവി നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നന്നാകണമെന്ന് നിങ്ങൾക്ക് ഒരിക്കലും ആഗ്രഹിക്കാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ നല്ലവരായി, ദൈവഭയമുള്ളവരായി, വിശുദ്ധിയുള്ള നല്ല മാതാപിതാക്കളായി ജീവിക്കാൻ എപ്പോഴും ശ്രമിക്കുക. ഇവിടെ സെക്രിയാവും എലിസബത്തും ഇരുവരും മാതാപിതാക്കളാണ്. അപ്പൊ സ്നാപയോഹന്നാന്റെ അപ്പനും അമ്മയുമാണ്. അവർ ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരാണ്, ഇരുവരും കുറ്റമില്ലാത്തവരാണ്, ഇരുവരും കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നവരാണ്, ഇരുവരും പ്രാർത്ഥിക്കുന്നവരാണ്, ഇരുവരും ദൈവഭയമുള്ളവരാണ്, ഇരുവരും വിശുദ്ധിയുള്ളവരാണ്. ഹലോ, നമ്മുടെ ചർച്ചിലൊക്കെ ദൈവമക്കൾ വചനം കേൾക്കുമ്പോൾ മിണ്ടാതിരിക്കരുത് കേട്ടോ. വചനം കേൾക്കുമ്പോൾ സ്വോത്രം പറഞ്ഞത് ഏറ്റെടുക്കണം. വചനം നിങ്ങളുടെ ഉള്ളിൽ പെയ്തിറങ്ങുന്ന മഞ്ഞു പോലെ, പെയ്തിറങ്ങുന്ന മാരി പോലെ നിങ്ങളുടെ ഉള്ളിൽ അത് തണുപ്പായി തീരണം. വചനം പുറത്തുള്ളവരോടല്ല പ്രസംഗിക്കുന്നത്, നമ്മുടെ അകത്തുള്ള ദൈവമക്കളോടാണ് പ്രസംഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഫാമിലി ലൈഫിൽ ഇരുവരും എന്ന് പറഞ്ഞാൽ ഭാര്യ മാത്രമല്ല, ഭർത്താവ് മാത്രമല്ല, ഇരുവരും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, ഇരുവരും വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കണം, ഇരുവരും കുറ്റമില്ലാത്തവരായിരിക്കണം, ദൈവസന്നിധി നിഷ്കളങ്കരായിരിക്കണം. അതിന് ഉത്തമ ഉദാഹരണമാണ് സെക്രിയാവും എലിസബത്തും. അവർ ആ പ്രായാധിക്യം വരെയും ആ സമയം വരെയും പരിശുദ്ധാത്മാവ് എഴുതി വെച്ചേക്കുക. ഇരുവരും പ്രാർത്ഥിക്കുന്നവരാണ്, ഇരുവരും നിഷ്കളങ്കരും നീതിയുള്ളവരാണ്. 2 പേരെ കുറിച്ചാണ്. നമുക്ക് പല ഫാമിലി എടുത്തു നോക്കിയാൽ ചിലപ്പോൾ ഭാര്യ നന്നായി പ്രാർത്ഥിക്കുന്നവർ കാണും, ഭർത്താവ് അപ്പോൾ ഉഴപ്പായിരിക്കും. എന്നാൽ ചിലയിടത്ത് ഭർത്താവ് നല്ല ആത്മീയതയോടെ നിൽക്കുന്നത് കാണാം, എന്നാൽ ഭാര്യ ഉഴപ്പുന്നവരായി കാണാം. പക്ഷേ ഈ കുടുംബം ഒരു മാതൃകയുള്ള കുടുംബമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അന്നത്തെ സമൂഹം നിങ്ങൾ എടുത്തു പഠിച്ചാൽ ഏറ്റവും തെറ്റിപ്പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. കാരണം 400 വർഷം ദൈവശബ്ദമില്ല, ഇരുണ്ട കാലഘട്ടമാണ്, അരാജകത്വം നിറഞ്ഞ കാലഘട്ടമാണ് അന്നത്തെ കാലഘട്ടം, സെക്രിയാവും എലിസബത്തിന്റെ കാലഘട്ടം. കാരണം ദേവാലയം മുഴുവൻ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന വിൽപ്പന ചരക്കിന്റെ കാലഘട്ടമാണ് ദേവാലയം. പിന്നെ യേശു വന്നിട്ടാണ് ദേവാലയം ശുദ്ധീകരിക്കുന്നത്. അപ്പം ദേവാലയത്തിൽ ചെന്നാൽ അശുദ്ധി, ദേവാലയത്തിൽ വേറെ ഒന്നും കിട്ടാനില്ല, സമൂഹത്തിൽ നോക്കിയ മുഴുവൻ അധാർമികത. പിന്നെ റോമ ഗവൺമെന്റ് ആണ് ഭരിക്കുന്നത്. അതുകൊണ്ട് ഒരു അടിമത്ത ജീവിതം പോലെയാണ് യഹൂദന്റെ ജീവിതം. ആത്മീയത ഒന്നുമില്ല, ദൈവശബ്ദമില്ല, എവിടുന്നും ദൈവശബ്ദം കേൾക്കാനില്ല. അങ്ങനെ ഒരു കാലഘട്ടം. അപ്പം സ്വാഭാവികമായി കുത്തഴിഞ്ഞു പോകാം. നമ്മുടെ ജീവിതം നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. ശരിക്കും നിങ്ങൾക്ക് ആത്മീയത ഇല്ലെങ്കിൽ, വചനവുമായി ബന്ധവും പ്രാർത്ഥനാ ജീവിതവും സഭയുമായി ബന്ധമില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം അധാർമികതയിലേക്ക് പോകും. 2 ആഴ്ച സഭായോഗം മുടക്കിയിരുന്നാൽ നിങ്ങളുടെ ജീവിതം അധാർമികതയിലേക്ക് പോകും. ശരിക്കും ദൈവഭയവും പ്രാർത്ഥനയും ഉള്ള കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. ഇങ്ങനെ ദൈവഭയവും പ്രാർത്ഥനയും കുടുംബജീവിതവും ഒക്കെ സക്സസ് ആയി വരണമെങ്കിൽ ഈ പ്രാർത്ഥനയുടെ തല എപ്പോഴും വർദ്ധിപ്പിക്കണം.
ഒന്നെങ്കിൽ ഉപവാസം, അല്ലെങ്കിൽ കോട്ടേജ് മീറ്റിംഗ്, അല്ലെങ്കിൽ പ്രാർത്ഥന. എപ്പോഴും നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇത് മാറാതിരിക്കണം. ഇരുട്ടിന് സ്വാധീനം കൊടുക്കരുത്. അങ്ങനെ ദൈവ കൃപയിൽ നിങ്ങളുടെ ഭവനം എപ്പോഴും ഒരു ആത്മീയ അന്തരീക്ഷത്തിലേക്ക് വരണം. അങ്ങനെയുള്ള അന്തരീക്ഷമുള്ള കുടുംബത്തില് സാത്താൻ വാഴാൻ ഇടയാകത്തില്ല, ദൈവം വാഴും. ആമേൻ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പം നിങ്ങൾക്ക് 2-3 ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഏലിയുടെ മക്കളെ നിങ്ങൾ എടുത്തു നോക്ക്. അവിടെ വചനം പറയുന്നത് ഏലി തന്റെ മക്കളെ ശാസിച്ചിട്ടില്ല. ശാസിച്ചു, പക്ഷെ അത് വലിയ ഗൗരവത്തിലുള്ള ശാസനയല്ല. ഏലിയുടെ മക്കൾക്ക് ദൈവഭയം ഇല്ല. ഏലിയുടെ മക്കൾക്ക് എന്തുകൊണ്ടാണ് ദൈവഭയം ഇല്ലാത്ത? അപ്പൻ ശാസിക്കാത്തത് കൊണ്ടാണ്. ഭയമില്ല. സ്തോത്രം. ആലയത്തിൽ വരുമ്പോൾ, ആരാധനയ്ക്ക് വരുമ്പോൾ ആമേൻ, ആരാധനയെ അവഹേളിക്കുക. അവസാനം സംഭവിക്കുന്നത് എന്താണെന്നറിയോ? ആരാധനയെ അവഗണിക്കുകയും അവഹേളിക്കുകയും നിന്ദിക്കുകയും ചെയ്താൽ മരണം കയറി വരും. പിന്നെ പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല. സ്തോത്രം. റോഫിനിയും ഫിനഹാസും ആരാധനയെ അവഗണിച്ചു. ദൈവദാസന്മാർ, ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, യാഗം അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുപ്പന്യം കൊണ്ട് വന്ന് കുത്തിയെടുത്ത് ശ്രേഷ്ഠമായത് കൊണ്ടുപോയി യാഗത്തെ അവഗണിക്കുക. ദേവാലയത്തിൽ വേശികളോട് കൂടെ സമയങ്ങൾ ചെലവിടുക. ഇതെല്ലാം അപ്പന്റെ ചെവിയിലെത്തിയിട്ടും അപ്പൻ വേണ്ടതുപോലെ ശാസിച്ച് അമർച്ച ചെയ്തില്ല. നിങ്ങളുടെ മക്കൾ ദൈവകൃപ വിട്ടു പോകുമ്പോൾ നിങ്ങൾ ശാസിക്കുന്നില്ലേ? നിങ്ങൾ അവനെ വടിയോടുകൂടെ വളർത്തുന്നില്ലേ? നിങ്ങൾ വലിയ ചതിയിൽ പെട്ടുപോകുക. സ്തോത്രം. ദൈവഭയമുള്ള ഫാമിലി ആയിരിക്കണം നിങ്ങളുടെ ഫാമിലി. സ്തോത്രം. എല്ലാ ദിവസവും വചനങ്ങൾ വായിപ്പിക്കാനും ദൈവകൃപയിൽ വളർത്താനും ശ്രമിക്കുക. സ്തോത്രം. നോഹയെ കുറിച്ച് എന്താ ബൈബിൾ പറയുന്നത്? എബ്രായ ലേഖനം 11-7 എബ്രായ ലേഖനം 11:7 ഒന്ന് വായിച്ചേ. അവനൊരു അരുളപ്പാട് കിട്ടി. ഭയവും ഭക്തിയും പൂണ്ട് തന്റെ ഭവനത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. സത്യം പറഞ്ഞാൽ നാട്ടുകാരുടെ രക്ഷയ്ക്കല്ല പെട്ടകം പണിത്. ആണോ? അല്ല, നാട്ടുകാരുടെ രക്ഷയ്ക്കല്ല അവനൊരു അരുളപ്പാട് കിട്ടി. ന്യായവിധി വരാൻ പോവാ, ദൈവത്തിന്റെ കോപം വരാൻ പോവാ, സമൂഹം മൊത്തം മ്ലേച്ഛത. നോഹയുടെ കാലഘട്ടം. ആണിനോട് ചേരുന്നു, പെണ്ണിനോട് ചേരുന്നു, വലിയ അധാർമികത പെരുകി. അപ്പൊ അവനൊരു അരുളപ്പാട് കിട്ടി, ന്യായവിധി വരാൻ പോകുന്നു. അപ്പൊ അവിടെ എഴുതി വെച്ചേക്കുന്ന കണ്ടോ? അവന് ഭയം ഉണ്ടായി, അവന് ദൈവത്തോട് ഭക്തി ഉണ്ടായി. എന്ത് വന്നു? ഭയവും ഭക്തിയും. അപ്പം തന്റെ ഭവനത്തിന്റെ രക്ഷയ്ക്കായി ഭയവും ഭക്തിയും പൂണ്ട് അവനൊരു പെട്ടകം തീർത്തു. അപ്പൊ നോഹയുടെ പെട്ടകം ദൈവം പറഞ്ഞിട്ടാ പണിത്. സത്യത്തിൽ അവൻ പണിത് എന്തിനു വേണ്ടിയാ? തന്റെ ഭവനത്തിന് രക്ഷിക്കുക. നീയും നിന്റെ കുടുംബമെങ്കിലും വിടുവിക്കപ്പെടണം. നിന്റെ കുടുംബത്തെ കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടാകണം. നീ പ്രാർത്ഥിച്ച് സ്വർഗത്തിൽ പോയി നിന്റെ തലമുറ നരകത്തിൽ പോയാൽ നിന്റെ സ്വർഗമാകത്തില്ല. അതുകൊണ്ട് നമ്മുടെയൊക്കെ ലക്ഷ്യവും ആത്യന്തികമായി നമ്മൾ ഇറങ്ങിത്തിരിക്കേണ്ടതും, ദൈവമേ എന്റെ തലമുറ നശിച്ചു പോകരുത്, ഇതൊരു വഷളത്വം നിറഞ്ഞ ലോകമാണ്, എന്റെ തലമുറ നഷ്ടപ്പെടരുത്. കരമൊന്ന് തട്ടി അല്പനിമിഷം ഒന്ന് പ്രാർത്ഥിച്ച്, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, വഷളത്വങ്ങൾ മാറട്ടെ, പ്ലാച്ചനകൾ മാറട്ടെ, പാപങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ മാതാപിതാക്കളും ഇരുവരും ദൈവസന്നിധി നീതിയുള്ളവര്, നിഷ്കളങ്കര്, ഭയമുള്ളവര്, വിശുദ്ധിയുള്ളവര്. ഹല്ലേലൂയ. മക്കൾക്ക് എന്താ മാതൃക? മാതാപിതാക്കളാണ് ഏറ്റവും വലിയ മാതൃക. സ്തോത്രം. അപ്പൻ മാതൃക കാണിക്കണം, അമ്മ മാതൃക കാണിക്കണം. നോഹ ഭയഭക്തി പൂണ്ടു, പെട്ടകം തീർത്തു. പുറത്തുള്ളവരോട് പ്രസംഗിച്ചു, ദൈവം പറഞ്ഞതുകൊണ്ട് മാനസാന്തരം പ്രസംഗിച്ചതൊക്കെ. പക്ഷെ തന്റെ കുടുംബത്തിന്റെ വിടുതൽ നടന്നു. മക്കൾ 3 പേരും അവരുടെ ഭാര്യമാരും തന്റെ ഭാര്യയും എല്ലാ പെട്ടകത്തിനകത്ത് കയറി. പുറത്തുള്ളവർ കയറിയില്ല. നീ ഉറപ്പ് വരുത്തണം, കാഹളം ധ്വനിക്കുമ്പോൾ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും അവിടെ എത്തുമെന്നുള്ളത്, ഈ പെട്ടകത്തിനകത്ത് കയറുമെന്നുള്ളത്. നിന്നാൽ ആവോളം ഭയവും ഭക്തിയും നിനക്കുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കാം. ഭയം വരട്ടെ, ദൈവഭയം വരട്ടെ, ഭക്തി വരട്ടെ. എല്ലാ വ്യാജം ആയ അനുഭവങ്ങൾ മാറി ഒരു ഭക്തി നിങ്ങളിൽ ഉണ്ടാകട്ടെ. ദൈവഭയം നിങ്ങളിൽ നിറയട്ടെ. ഭയം ഉണ്ടാകണം. ദൈവസന്നിധിയാണെന്നുള്ളൊരു ഭയം. അപ്പൻ ഉഴപ്പിയ, അപ്പൻ മൊബൈലിൽ കളിച്ചോണ്ടിരിക്കുക, ദൈവസന്നിധി വന്നിട്ട് മൊബൈലിൽ കളിച്ചോണ്ടിരുന്ന
നിങ്ങളുടെ മക്കൾ ഇത് കണ്ടാ വളരുന്നെങ്കിൽ അവൻ ഇവിടെ വരുന്ന ലാപ്ടോപ്പുമായിട്ടായിരിക്കും അവൻ വരുന്നത്. നീ മൊബൈലിൽ കളിച്ച നിന്റെ മോന് ലാപ്ടോപ്പിൽ കളിച്ചോണ്ടിരിക്കും. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? അന്നേരം നീ ശാസിക്കടാ, നീ അത് കളിക്കരുതെന്ന് പറഞ്ഞ നിനക്ക് എന്തോ അതിനുള്ളിൽ ശാസിച്ചാൽ എന്തോ കിട്ടും. സ്തോത്രം. ഇപ്പൊ നമ്മൾ നന്നാകുക, ദൈവഭയമുള്ളവരാകുക, ഭയവും ഭക്തിയും കൊണ്ട് ദൈവസന്നിധി കടന്നു വരിക. അവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇരുവരും ദൈവസന്നിധി നീതിയുള്ളവരാകുക. ദൈവത്തോടൊരു കൂറ് വേണം, സഭയോടൊരു കൂറ് വേണം. അങ്ങനെയുള്ളവർക്കായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. മടങ്ങി വരട്ടെ ദൈവമക്കളെ. കുറേ ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ദാവീദ് ഒരു ഉഴപ്പുഴപ്പിയപ്പം, ഒരു തെറ്റ് ചെയ്തപ്പം ദാവീദിന്റെ തലമുറകൾ അവൻ രഹസ്യത്തിൽ ചെയ്തത് മകൻ പരസ്യത്തിൽ ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? ദാവീദ് രഹസ്യത്തിൽ ചെയ്തു, പക്ഷെ മക്കൾ പരസ്യത്തിൽ ചെയ്തു. നാണക്കേടായി. സ്തോത്രം. ശലോമോന്റെ പ്രായമായപ്പോൾ 1000 പേരാ, 700 വെപ്പാട്ടികളാ, എല്ലാവരും കൂടെ ചേർന്ന് വശീകരിച്ചു. അവൻ പാപം ചെയ്തു, വഴി വിട്ടുപോയി, ഏകാഗ്രത വിട്ടുപോയി, ദൈവസന്നിധി വിട്ടുപോയി. അതുകൊണ്ട് തലമുറ രഹബയാം ആമേൻ തകർന്നുപോയി. അവനുള്ള രാജ്യം തകർന്നുപോയി. സ്തോത്രം. നിങ്ങൾ എടുത്തു പഠിച്ചോ. ആഹാബ് ദൈവ വഴി വിട്ടുപോയി, ഇസബേലിനോട് ചേർന്നു, വഴി വിട്ടുപോയി. അതുകൊണ്ട് അവനുണ്ടായ തലമുറ വഴി വിട്ടുപോയി. എന്താ? ദൈവഭയമുള്ള മാതാപിതാക്കളാണെങ്കിൽ നിന്റെ തലമുറയും അനുഗ്രഹിക്കപ്പെട്ട് കയറി. അതിനൊരു ഉദാഹരണമാണ് സെക്കരിയാവും എലിസബത്തും. ദൈവഭയമുള്ള മാതാവേ, ദൈവഭയമുള്ള ഭർത്താവേ. സ്തോത്രം. സെക്കരിയാവ് ആലയത്തിൽ പ്രാർത്ഥിക്കാൻ ചെന്നു. അവൻ ആലയത്തിൽ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ ദൈവം പറയാ, സെക്കരിയാവേ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഇപ്പം സത്യത്തിൽ ഇവര് ആ പ്രായം വരെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. എവിടെ ചെന്നപ്പം? ആലയത്തിൽ ചെന്നപ്പോ. നിങ്ങൾ ഈ ആലയത്തിൽ വന്ന് ശരിക്കും പ്രാർത്ഥിച്ച നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഉത്തരം വെളിപ്പെട്ട് വരും കേട്ടോ. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്നലകളിൽ പ്രാർത്ഥിച്ച് ഈ ഞായറാഴ്ച നിങ്ങൾ ഇവിടെ വരുമ്പോ നിന്റെ പ്രാർത്ഥനയ്ക്ക് റിസൾട്ട് ഉണ്ട്. ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്. നന്നായി ദൈവത്തിന് മഹത്വപ്പെടുത്തേ. ഈ ആലയം പ്രാർത്ഥനാലയമാണ്. ഇവിടെ ദൂതൻ നിന്നോട് ഇടപെടും. ഇവിടെ ദൈവ ശബ്ദമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഒരു വാക്യമാണ് കൂടുതൽ പറഞ്ഞ്. ഏതാ? നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു, ഇല്ലേ? നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചെന്ന് ആ കാലഘട്ടം. ഈ സെക്കരിയാവ് ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഉത്തരം കിട്ടി. എന്താ ഉത്തരം? യോഹന്നാനാ ഉത്തരം. എന്താ ഉത്തരം? യോഹന്നാൻ. ദീർഘവർഷത്തെ കെട്ടുപൊട്ടി. യോഹന്നാനാ ഉത്തരം. യോഹന്നാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്നാന്നറിയോ? യോഹന്നാൻ എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? യോഹന്നാൻ. ആ വാക്കിന്റെ അർത്ഥം ഞാൻ ഒന്ന് സെർച്ച് ചെയ്തപ്പോ അതിൻ്റെ ഉള്ളിൽ പറയാണ് ദൈവത്തിന്റെ കൃപ. ദൈവത്തിന്റെ കൃപ. സ്തോത്രം. അപ്പം ഇത്രയും വർഷം പ്രാർത്ഥിച്ചിട്ട് ഒരു കുഞ്ഞിനെ കിട്ടിയത് ദൈവത്തിന്റെ കൃപയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടിയത് ദൈവത്തിന്റെ കൃപയാണെന്ന് ഓർത്തോണം. എത്രയോ പേർക്ക് കുഞ്ഞിനെ കിട്ടാതിരിക്കുന്നറിയോ? ഞാൻ സൗദി അറേബ്യയിൽ ഒരു ചർച്ചിൽ ചെന്നപ്പം ആ ചർച്ചിൽ 11 കുടുംബത്തിന് തലമുറയില്ല. 11 കുടുംബങ്ങൾക്ക് തലമുറയില്ല. ഇപ്പൊ എത്ര പ്രിയപ്പെട്ടവർക്ക് തലമുറയില്ലാത്തതെന്നറിയാമോ? സ്തോത്രം. അപ്പൊ നമുക്ക് തലമുറയെ കിട്ടിയത് ദൈവത്തിന്റെ കൃപയാണെന്ന് അറിഞ്ഞോണം. എല്ലാവരും ചോദിച്ചു പാരമ്പര്യ പ്രകാരം ഒരു പേരങ്ങ് ഇടട്ടേന്ന്. അപ്പൊ സെക്രിയാവ് പറഞ്ഞു, നോ, അങ്ങനെ പേരിടണ്ട. ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് യോഹന്നാൻ തന്നെ ഇടണം. നിങ്ങൾ അത് മനസ്സിൽ ചിന്തിച്ച്, ഇത് ദൈവത്തിന്റെ കൃപയാണ്. ആ കുഞ്ഞിന്റെ പേരിടുമ്പോ ഇത് ദൈവത്തിന്റെ കൃപയാണ്. സ്തോത്രം. എന്നോട് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആഴമായി പറയാ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ പറഞ്ഞോണം, ഇത് ദൈവത്തിന്റെ കൃപയാ, ഇത് ദൈവത്തിന്റെ കൃപയാ, എന്റെ കഴിവല്ല കേട്ടോ, ഇത് ദൈവത്തിന്റെ കൃപയാണ്, ഇത് ദൈവത്തിന്റെ ദയയാണ്, ഇത് ദൈവത്തിന്റെ കരുണയാണ്. എന്റെ ദൈവം എനിക്ക് തന്ന കൃപയാണ് എന്റെ തലമുറ. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ദൈവം തന്ന കരുണയും കൃപയും ഒക്കെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. സ്തോത്രം. എല്ലാവരും ചോദിച്ചു പാരമ്പര്യ പ്രകാരം സെക്രിയാവ് തന്നെയല്ലേ ഇടണ്ടേ, അപ്പന്റെ പേരല്ലേ ഇടണ്ടേ? അപ്പം സെക്രിയാവ് പറഞ്ഞു, ഇങ്ങോട്ട് താ, ഞാനത് എഴുതി തരാം. അദ്ദേഹം ഒരു കൽപ്പലകയിൽ എഴുതി കൊടുത്തു, നോ, സെക്രിയാവെന്ന് എഴുതരുത്, എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ട് ഇത് ദൈവത്തിന്റെ കൃപ, യോഹന്നാൻ എന്ന് പേരിടണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ദൈവം നിങ്ങളോട് സംസാരിക്കും കേട്ടോ. അവന്റെ പേരെന്താണെന്നും
അവന്റെ ഭാവി എന്താണെന്നും അവൻ ആരാകണമെന്നും ഒക്കെ മാതാപിതാക്കൾ പ്രാപിച്ചോണം, ദൈവസന്നിധി പ്രാപിച്ചോണം. നമ്മുടെ തലമുറകളെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. ഡോക്ടറാക്കാനോ എഞ്ചിനീയർ ആക്കാനോ ലോകത്തിന്റെ ഏതെങ്കിലും വലിയ ഉന്നതിയിൽ എത്തിക്കാനോ അല്ല ദൈവം നിങ്ങൾക്ക് തലമുറയെ തന്നത്. ആമേ, ദൈവത്തിന്റെ കൃപയാണെങ്കിൽ അവൻ ദൈവത്തിന്റെ ശബ്ദമായി മാറണം. ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാകുന്നുണ്ടോ? ഇവർക്ക് കിട്ടിയ കുഞ്ഞിന്റെ ഒന്നാമത്തെ അനുഗ്രഹം ഏതാണെന്നറിയാമോ? യോഹന്നാൻ. അവൻ ദൈവത്തിന്റെ ശബ്ദം, അവൻ ദൈവത്തിന്റെ ശബ്ദം. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാണിത്, ദൈവ ശബ്ദം. ഒരു വാക്യം നിങ്ങൾ വായിച്ചേ, സ്തോത്രം. മത്തായി 3:3 വാക്യം. മത്തായി 3:3. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാണിത്, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാണിത്. കർത്താവിന് വഴി ഒരുക്കുവീൻ, അവന്റെ പാദം നിരപ്പാക്കുവീൻ എന്നിങ്ങനെ ഇവൻ തന്നെ. യെശയ്യാപ്രവാചകൻ പറഞ്ഞു ഇവൻ തന്നെ. എന്താ പറഞ്ഞ? കർത്താവിന്റെ വഴി ഒരുക്കുവീൻ, അവന്റെ പാദം നിരപ്പാക്കുവീൻ. യോഹന്നാൻ മരുഭൂമിയിൽ നിന്നും വിളിച്ചു പറഞ്ഞുകൊണ്ട് വരികയാണ്. ദൈവശബ്ദം, വഴിയൊരുക്കുക, ദൈവത്തിന് വഴിയൊരുക്കുക. നിങ്ങളുടെ തലമുറ ആരാകണം? പറ, നിങ്ങളുടെ തലമുറ ആരാകണം? ദൈവത്തിന്റെ ശബ്ദമാകണം. ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായോ? എന്റെ തലമുറ ദൈവ ശബ്ദമായി തീരണം. ദൈവം എന്ത് പറയുന്നു അത് പറയുന്ന ഒരു ശബ്ദമാകുക, ദൈവത്തിന്റെ വഴിയൊരുക്കുന്നവരാകുക, ദൈവത്തിന്റെ പാത നിരപ്പാക്കുന്ന നമ്മുടെ തലമുറകളായി തീരുക ആഗ്രഹിക്കുന്നവർ കരം തട്ടി സ്തോത്രം ചെയ്ത് റിസീവ് ചെയ്ത് നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കൊച്ചുമക്കൾ, നിങ്ങളുടെ തലമുറകൾ ദൈവത്തിന് വഴി തുറക്കുന്നവരാകട്ടെ. പോലെ പ്രാർത്ഥിക്കുന്ന തലമുറ. ദൈവശബ്ദമാകണം. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു വലിയ സങ്കടം തോന്നി. ഒരു പാസ്റ്ററിനോട് പറയാണ്, മോൻ +2 കഴിഞ്ഞപ്പം അവര് ദുബായിക്ക് വിട്ടു. അവിടെ ചെന്നപ്പോ ഒരാൾ ജോലി മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടാ പോയത്. സ്വത്രം ഹരിപാസ്റ്ററിന്റെ ഫ്രണ്ടാണ്. അപ്പൊ ഞാൻ അവരുടെ ചർച്ചിൽ മീറ്റിങ്ങിന് പോയി. ആ പാസ്റ്റർക്ക് ബുദ്ധിമുട്ട് കൊണ്ടാണ് ആ പാസ്റ്റർ മോനെ ദുബായിക്ക് വിട്ടു. അവിടെ വിട്ടപ്പോൾ ജോലി മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ ആൾ കാര്യമായി അവൻ തിരിച്ചു വന്നു. സത്യത്തിൽ ആ പാസ്റ്ററോട് കുറെ ദൈവദാസന്മാർ വന്ന് പറഞ്ഞു, പാസ്റ്ററെ ആ മോനെ ബൈബിൾ കോളേജിൽ വിടണം, അവൻ കൃപയുള്ള കൊച്ച, അവനെ ബൈബിൾ കോളേജിൽ വിടണം. പാസ്റ്റർ ഓർത്തു, ബൈബിൾ കോളേജിൽ പോയി പാസ്റ്ററൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്തോ കിട്ടും? ഒരു പാസ്റ്റർ ആയിക്കഴിഞ്ഞാൽ പാസ്റ്റർക്ക് എന്തോ വരുമാനം? നിങ്ങൾ പറ, ഒരു പാസ്റ്റർ ആയിക്കഴിഞ്ഞാൽ പാസ്റ്റർക്ക് എന്താ വരുമാനം? എന്താ വരുമാനം? സോണി ബ്രദറെ, ഒരു പാസ്റ്റർ ആയിക്കഴിഞ്ഞാൽ എന്താ വരുമാനം? ദൈവമക്കൾ തരുന്ന നന്മയല്ലേ? അതെ, നിങ്ങൾ തരുന്നതാണ് ഞങ്ങളുടെ ഓഹരി, നിങ്ങൾ തരുന്നതാണ് ഞങ്ങളുടെ ദശാംശം, ഞങ്ങൾക്ക് കിട്ടുന്ന നന്മ. അതുകൊണ്ടാണ് ഉപജീവനം കഴിക്കുന്നത്. വലിയ വലിയ ചർച്ചകളൊക്കെ ആണെങ്കിൽ ആ പാസ്റ്റർക്ക് ശമ്പളമോ ആയിട്ടും അല്ലാതെ ഒക്കെ ആയിട്ട് വരുമാനമുണ്ട്. കൊച്ചു ചർച്ച ആണെങ്കിൽ ആ കിട്ടുന്ന നന്മ കൊണ്ടും വേണം ഒരു ദൈവദാസന്റെ കുടുംബജീവിതം മുന്നോട്ട് പോകാൻ. അല്ലെങ്കിൽ ശുശ്രൂഷ ഉണ്ടെങ്കിൽ ആ ശുശ്രൂഷയിൽ നിന്ന് കിട്ടുന്ന നന്മ കൊണ്ട് ആ ദൈവദാസൻ കഴിയുന്നത്. അപ്പൊ ഈ ദൈവദാസൻ, അലിപാസ്റ്റർ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഈ ദൈവദാസൻ, അദ്ദേഹം തന്റെ ജീവിതം ഒന്ന് ശോധന ചെയ്തു. ഇത്രയും കാലം ഓടി, ഒരു വീടില്ല. ഇത്രയും കാലം ഓടി, ബാങ്കിൽ ഒരു ഡിപ്പോസിറ്റ് ഇല്ല. എങ്ങനെയൊക്കെയോ +2 വരെ കുഞ്ഞിനെ പഠിപ്പിച്ചു. നിങ്ങൾക്ക് അറിയാമല്ലോ കുഞ്ഞുങ്ങളുടെ ഫീസും കാര്യങ്ങളൊക്കെ. അപ്പൊ അദ്ദേഹത്തിന്റെ പരിചയം വെച്ച് ദുബായിലുള്ള ഒരാൾ ചോദിച്ചു, എന്റെ കൊച്ചിനെ ഞാൻ +2 വരെ പഠിപ്പിച്ചു, ഇനി എനിക്ക് പഠിപ്പിക്കാൻ പൈസയില്ല. അപ്പം ഇവന് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ ഇളയ കുഞ്ഞുങ്ങളെ എങ്ങനെയെങ്കിലും പഠിപ്പിക്കാം, ഇവന് ജോലി കിട്ടിയാൽ ഇളയ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാം, അതുകൊണ്ട് ജോലി കൊടുക്കാമെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം വിസിറ്റിങ്ങിന് പോയപ്പോൾ അവർ പറഞ്ഞു, അതിനെന്താ ഭാഷ ഇങ്ങോട്ട് വിട്ടാൽ മതി, ജോലി കൊടുക്കാന്ന് പറഞ്ഞു. ഇദ്ദേഹം നിഷ്കളങ്കത അത് ഏറ്റെടുത്തു. +2 കഴിഞ്ഞ പാട് ഈ മോനെ അങ്ങോട്ട് വിട്ടപ്പം ജോലി കൊടുക്കാന്ന് പറഞ്ഞ ആള് മാറി. സ്തോത്രം. സത്യത്തിൽ ആ ദൈവദാസനെ പഠിപ്പിക്കാൻ ഒരു ചുറ്റുപാടില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ നിങ്ങളോട് പരമാർത്ഥ ഹൃദയത്തോടെ പറയാം, നിങ്ങളുടെ നന്മകളും ദശാംശങ്ങളും ഓഹരികളും ഒക്കെ കർത്തൃവേലയ്ക്ക് വേണ്ടി ചെലവിടുമ്പോഴാണ് ദൈവം നിങ്ങളെ നടക്കത്തുള്ളൂ. പഴയ നിയമത്തിൽ 12 ഗോത്രമുണ്ട്. 11 ഗോത്രക്കാരോട് ദൈവം പറഞ്ഞു, നിങ്ങളുടെ 11 ഗോത്രത്തിലുള്ള നന്മയിൽ ലേവി ഗോത്രത്തിലേക്ക് വരണം. ലേവിയർക്ക് ഒരു അവകാശവും കൊടുത്തിട്ടില്ല, അവരുടെ ഓഹരി ദൈവമാണ്. സ്വത്രം ദൈവമക്കൾ കൊടുക്കുമ്പോഴാണ് അനുഗ്രഹം ഉണ്ടാകുന്നത്. അപ്പൊ ആ ദൈവദാസൻ വളരെ കണ്ണുനീരോടെ പറയാം, പക്ഷെ ഇനി നിവർത്തിയില്ല, ഇനി എന്ത് ചെയ്യാം, ബൈബിൾ കോളേജിൽ വിടാം. സ്വത്രം. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ നേരത്തെ ആലോചന ഉണ്ടായിരുന്നു ബൈബിൾ കോളേജിൽ വിടാൻ, പക്ഷെ വിടാൻ തോന്നിയില്ല. എങ്ങനെ ജീവിക്കും? ഇളയുള്ള കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കും? ഇനി ഇവൻ ബൈബിൾ കോളേജിൽ പഠിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവൻ ഒരു ചർച്ച് കിട്ടാൻ എന്താ സാധ്യതയുള്ളത്?
ഇവൻ എന്ത് ചെയ്തിട്ട് ഞങ്ങളെ പോറ്റും? അതൊക്കെ ഈ പാസ്റ്റർ പറയുന്നത്. ദൈവത്തിലുള്ള ആശ്രയം ഉണ്ടെങ്കിൽ ദൈവം നടത്തും. എന്നാലും ഞാൻ പറയാം, മാനുഷികമായി ചിന്തിച്ചാൽ ഇനിയുള്ള കാലഘട്ടത്തിലൊക്കെ ഒരു ശുശ്രൂഷ കൊണ്ട് ജീവിക്കാൻ ഒക്കെ ഭയങ്കര പാടുകളാണ്, വളരെ ബുദ്ധിമുട്ടുകളാണ്. സ്തോത്രം. ദൈവമക്കളോട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ പറയാം, നിങ്ങൾ പ്രാർത്ഥിക്കണം. എൻ്റെ കുഞ്ഞ് ഏത് മേഖലയിലാണെങ്കിലും അവൻ ദൈവശബ്ദമായിരിക്കണം, യേശുവിനെ പറയുന്നവനായിരിക്കണം, യേശുവിനെ പ്രസന്റ് ചെയ്യുന്നവനായിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ, നിങ്ങൾ മാതൃക കാണിച്ചാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവശബ്ദമായി തീരും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ യേശുവിനെ പ്രസന്റ് ചെയ്യുന്നവരാകും. അവർ ലോകമോഹം തെരഞ്ഞെടുക്കത്തില്ല. ദൈവത്തിന് വഴി നടത്തുന്ന തലമുറകളായി നമ്മുടെ കുഞ്ഞുങ്ങളെ പരിശുദ്ധാത്മാവ് തീർക്കും. അവരെ നടത്താൻ ദൈവം ശക്തി. സ്വത്രം. ആ നിലയിലേക്ക് നമ്മുടെ തലമുറകൾ തീരണമെങ്കിൽ മാതാപിതാക്കളുടെ ഡെഡിക്കേഷൻ വലുതായിരിക്കണം. 2, യോഹന്നാൻ ആരാണ്? പ്രാർത്ഥിക്കുന്ന അപ്പന്റെ അമ്മയുടെ മക്കൾ. യോഹന്നാൻ ആരാണെന്ന് തിരിച്ചറിയണം. വായിച്ചു നോക്കിക്കേ. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 30-ാം വാക്യം. യോഹന്നാൻ സുവിശേഷം 3:30. അവൻ വളരണം, ഞാനോ കുറയണം. യോഹന്നാന്റെ വാക്കുകളാണ്. അന്നത്തെ ഹൈ ലെവലിൽ നിൽക്കുന്ന ആളാണ്, മഹാപുരോഹിതനാണ് അപ്പൻ, അല്ലേ? മഹാപുരോഹിതനായ ആമേൻ ലേവി കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട യോഹന്നാൻ, ആമേൻ, ശരിക്കും അദ്ദേഹം ഒരു പുരോഹിതനാണ്. പുരോഹിതന് ആലയത്തിൽ ചെന്നാൽ ശ്രേഷ്ഠ ഭോജനം എന്ന് പറഞ്ഞാൽ യാഗമർപ്പിക്കാൻ വരുമ്പോൾ അതിനുള്ളിലെ ശ്രേഷ്ഠമായ കൈക്കുറക്, മനസ്സിലാകുന്നുണ്ടോ? ഈ കൈയുടെ കുറക്, അത് ആമേൻ രാജകീയ വസ്ത്രത്തെക്കാൾ ശ്രേഷ്ഠമാണ് പുരോഹിത വസ്ത്രം. പുരോഹിത വസ്ത്രത്തെ കുറിച്ചൊക്കെ പുറപ്പാട് പുസ്തകത്തിൽ നിങ്ങൾ പഠിക്കണം. രത്നങ്ങൾ കൊണ്ട് നിറഞ്ഞ വസ്ത്രമാണ് പുരോഹിതന്റെ വസ്ത്രം. ഏഫോദുണ്ട്, ഉറീം തുമ്മീം ഉണ്ട്, 12 രത്നക്കല്ലുകൾ, ഇവിടെ 6 എണ്ണം, ഇവിടെ 6 എണ്ണം, ഇവിടെ 12 എണ്ണം, 24 രത്നക്കല്ലുകൾ പതിപ്പിച്ച വസ്ത്രമാണ് പുരോഹിതന്റെ വസ്ത്രം. സത്യത്തിൽ അപ്പന്റെ പാരമ്പര്യം പിന്തുടർന്നാൽ അടുത്ത വസ്ത്രം ധരിക്കുന്നത് ആരാ? യോഹന്നാനാ. പക്ഷേ യോഹന്നാൻ ഇതെല്ലാം മാറ്റിവെച്ചു. ഭക്ഷണം മാറ്റിവെച്ചു, വസ്ത്രം മാറ്റിവെച്ചു, പുരോഹിത പദവി മാറ്റിവെച്ചു, എല്ലാം മാറ്റിവെച്ചു. എന്നിട്ട് പറയാം, ഞാനോ കുറയണം, ദൈവം വളരണം, യേശു വളരണം. ദൈവശബ്ദമായവൻ വിളിച്ചു പറയുന്നത് കേട്ടോ, ഞാൻ കുറയട്ടെ, ദൈവം വളരട്ടെ. ദൈവമക്കളോട് ഞാൻ പറയാം, ആമേൻ, മാതൃകയുള്ള മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം? ആമേൻ, ദൈവനാമം മഹത്വമായിരിക്കണം, ദൈവനാമം മഹത്വമെടുക്കണം. ഞാൻ കുറഞ്ഞാലും എന്റെ ദൈവം എന്നിലൂടെ മഹത്വമെടുക്കുന്ന ആ തലത്തിലേക്ക് ഓരോ പ്രിയപ്പെട്ടവരും ആകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുക. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അതായിരിക്കട്ടെ. ഹല്ലേലൂയ. ഞാനും എന്റെ പ്രസ്ഥാനവും, ഞാനും എന്റെ കുടുംബവും, ഞാനും എന്റെ ഭാര്യയും, നോ, ഞങ്ങൾ എന്തോ ആണെന്നുള്ള ചിന്തയൊക്കെ മാറ്റി വെക്ക്. മറിച്ച് ദൈവം വളരട്ടെ, ദൈവം മഹത്വം എടുക്കട്ടെ. ഞാൻ പണിത മഹദിയ ബാബിലോൺ ദൈവം അടി കൊടുത്തു. ഞാൻ പ്രസംഗിക്കാൻ കഴിവുള്ളവനാ, ഹെരോദാവ് എല്ലാവരും പുകഴ്ത്തി, പക്ഷെ ദൈവം അടിച്ചു. സ്തോത്രം. നമ്മൾ ഒരു ഭവനം തന്നാൽ പോലും, ഇങ്ങോട്ട് നോക്കിക്കേ, ഒരു ഭവനം തന്നാൽ പോലും, സ്ഥലം തന്നാൽ പോലും, ഒരു വീട് തന്നാല്, ഒരു കാറ് തന്നാല്, എന്തെങ്കിലും തന്നാല് അതെല്ലാം ദൈവമഹത്വത്തിനാണെന്ന് തിരിച്ചറിയുക. നിനക്ക് ആരോഗ്യം തന്നാല് അത് ദൈവമഹത്വത്തിനാണ്. നിനക്ക് എന്തെങ്കിലും ഫിനാൻഷ്യലി നന്മ തന്നാൽ അത് ദൈവമഹത്വത്തിനാണ്. ഞാൻ വളരുന്നല്ല, ദൈവം വളരട്ടെ, ദൈവം എന്നിലൂടെ വളരട്ടെ, എന്റെ ശുശ്രൂഷയിലൂടെ വളരട്ടെ, ദൈവനാമം എന്നിലൂടെ മഹത്വം എടുക്കട്ടെ. സ്തോത്രം. പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, നിങ്ങൾക്ക് ഈ ഒരു മനോഭാവം വന്നാൽ ദൈവം നിങ്ങളെയും വളർത്തും കേട്ടോ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനിൽ ആ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. കാരണം എന്താ? യോഹന്നാന്റെ മനോഭാവം എന്താ? ഞാൻ കുറയണം, യേശു വളരണം. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ അങ്ങനെ തീരുമാനിച്ചവനെ ദൈവം എന്ത് ചെയ്തു? പറയച്ച ദൈവം എന്ത് ചെയ്തു? അവനെ സ്ത്രീകളിൽ നിന്നും ജനിച്ചവനിൽ ഏറ്റവും വലിയവനാക്കി. നിങ്ങൾ വായിച്ചു നോക്കിയ വാക്യം, നിങ്ങളിപ്പം സംശയം വായിച്ചേ. മത്തായി 11:11, മത്തായി 11-ാം അധ്യായം 11-ാം വാക്യം. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനിൽ കണ്ടോ? യേശു പറയുക, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ
യോഹന്നാനേക്കാൾ വലിയവൻ വേറെ ആരും ജനിച്ചിട്ടില്ല. അപ്പൊ ഈ യേശുവിനെ കുറിച്ചല്ലേ സ്നാപയോഹന്നാൻ പറഞ്ഞ ഞാൻ കുറയണം അവൻ വളരണമെന്ന്. അങ്ങനെ പറഞ്ഞ ആ യേശുവിനെ കുറിച്ച് യേശു പറയുകയാണ് ഇപ്പൊ ആരാ വലിയവൻ? യോഹന്നാൻ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനാ വലുത്. നിനക്ക് ഇങ്ങനെ ഒരു മനോഭാവം ഉണ്ടോ? ഞാൻ കുറയണം അവൻ വളരണം, മറ്റുള്ളവർ വളരട്ടെ ഞാൻ കുറഞ്ഞാലും വളരട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡ് നിനക്കുണ്ടെങ്കിൽ ദൈവം നിന്നെ വളർത്തും, ദൈവം നിന്നെ ഉയർത്തും. ദൈവാത്മാവ് എന്നോട് ശക്തമായി പറയുന്നു, താഴ്മ ധരിക്കുക. താഴ്മയുള്ളവന് കൃപയുണ്ട്, താഴ്മയുള്ളവനെ ദൈവം ഉയർത്തും. ഞാൻ എന്ന ഭാവങ്ങൾ ഇടിയട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് ഉയർച്ച ആഗ്രഹിക്കുന്നവരെ ദൈവം ഉയർത്തുന്ന ദിനങ്ങളാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരെ ദൈവം മാനിക്കുന്ന ദിനങ്ങളാണ്. കരമടിച്ച് അല്പ നിമിഷം കൂടെ സർവശക്തിന് മഹത്വം കൊടുക്കൂ. സത്യത്തിൽ ചേട്ടൻ ആരാ? യോഹന്നാനാണോ ചേട്ടൻ? യേശുവാണോ ചേട്ടൻ? ജഡപ്രകാരം യോഹന്നാനല്ലേ? 6 മാസം മൂത്തതാ. അപ്പം എലിസബത്ത് 6 മാസം കൺസീവായി നിൽക്കുമ്പോഴാണ് യേശുവിന്റെ അമ്മയായ മറിയ കാണാൻ ചെല്ലുന്നത്. യഹൂദ മലനാട്ടിൽ എന്ന് പറഞ്ഞ ഒരു മലയോര മേഖലയിൽ താമസിക്കുന്ന കുടുംബമാണ്. ഏത് കുടുംബം? സ്നാപയോഹന്നാന്റെ കുടുംബം. ഒരു മലയോര മേഖലയിൽ യഹൂദ മലനാട്ടിൽ, അങ്ങനെ എഴുതിയേക്കും. ഒരു മലമുട്ടിൽ താമസിക്കുക. അന്നേരമാണ് യേശുവിന്റെ അമ്മ വരുന്നത്. ഈ മനുഷ്യരിൽ നിന്നുള്ള നിന്ദ കാരണമാണ് അവരവിടെ പോയി നിൽക്കുന്നത്. കാരണം എന്നും അവരെ എന്ത് പറയുന്ന അറിയാം? മച്ചിയ എന്ന് പറഞ്ഞ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം തലമുറയില്ലെങ്കിൽ വളരെ അപമാനമാണ്. അപ്പൊ മനുഷ്യന്റെ ഇടയിൽ നിന്നുള്ള നിന്ദ അകറ്റാനാണ് ശരിക്കും തലമുറയെ കൊടുത്തത്. ഞാനൊരു കാര്യം പറയാം, പ്രാർത്ഥിക്കുന്ന നിന്റെ നിന്ദയെ ദൈവം അകറ്റും. പ്രാർത്ഥിക്കുന്ന നിന്റെ നിന്ദയെ, സമൂഹത്തിലുള്ള നിന്റെ നിന്ദയെ, നാട്ടുകാരുടെ മുമ്പിലുള്ള നിന്റെ നിന്ദയെ അകറ്റുന്ന ഒരു ദൈവമുണ്ട്. അപമാനത്തെ അകറ്റുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ മലമുട്ടിൽ യേശുവിന്റെ അമ്മയായ മറിയ ചെന്നു. അപ്പം കർത്താവിന്റെ ദാസി ആമയെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ എന്ന് പറഞ്ഞപ്പോ 6 മാസം ഉണ്ടായിരുന്നു അന്ന്. ആര്? വയറ്റിന്റെ ഉള്ളിൽ. ആർക്ക്? എലിസബത്തിന്റെ വയറിന്റെ ഉള്ളിൽ കിടക്കുന്ന ആൾക്ക് 6 മാസമാണ്. പക്ഷേ മറിയ ഒരു വന്ദനം ചൊല്ലിയപ്പം ഈ 6 മാസമുള്ള ആള് ചാടി തുള്ളി, അകത്ത് തുള്ളി. മറിയുടെ വന്ദനത്താൽ പിള്ള തുള്ളി, അകത്ത് തുള്ളി. സ്തോത്രം. ആത്മാവിൽ നിറഞ്ഞു. 6 മാസമുള്ളവൻ ആത്മാവിൽ നിറഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഇവര് റിലേറ്റീവാണ് ശരിക്കും. എങ്കിലും സ്നാപയോഹന്നാൻ പുറത്തു വന്നു കഴിഞ്ഞപ്പം ചേട്ടൻ ശരിക്കും സ്നാപയോഹന്നാനാണ്. ചേട്ടൻ ശരിക്കും സ്നാപയോഹന്നാനാണ്. അനിയൻ യേശുവാണ്. പക്ഷെ ചേട്ടൻ പറയുക, ആമേ ഞാൻ കുറയട്ടെ അവൻ വളരട്ടെ. ലോകപ്രകാരമായി ആരെങ്കിലും സമ്മതിക്കുമോ? ഇല്ല. ആരെങ്കിലും സമ്മതിക്കുമോ? ഇല്ല. ഏശാവ് സമ്മതിച്ചോ? ഇല്ല. പക്ഷെ ഇവിടെ കണ്ടോ, സ്നാപയോഹന്നാൻ പറയാം ഞാൻ കുറയട്ടെ അവൻ വളരട്ടെ. നമ്മുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാ. കാരണം എന്താണെന്നറിയോ? നല്ല അപ്പനും നല്ല അമ്മയും, പ്രാർത്ഥിക്കുന്ന അപ്പനും പ്രാർത്ഥിക്കുന്ന അമ്മയും, അവർക്കുണ്ടായ മക്കൾ ആ മനോഭാവം ഉള്ളതാ. ഞാൻ എന്ന വലിപ്പമില്ല, താഴ്മ ധരിക്കുന്ന ഒരു മകൻ. സ്വത്രം. 1 അവൻ ദൈവശബ്ദമാണ്. 2 അവൻ താഴ്മയുള്ളവനാണ്. 3 അവൻ വലിയ എന്ന പദവി ഒക്കെ മാറ്റിവെച്ചു. എല്ലാം കിട്ടിയതാ, പക്ഷെ എല്ലാം മാറ്റിവെച്ചു. ആമേ താഴ്മ ധരിച്ച് ജീവിക്കുന്നു. 4 യോഹന്നാൻ ശരിക്കും ആരാന്നറിയാവോ? അവന്റെ പ്രസംഗം നിങ്ങൾ എടുത്തു നോക്ക്. മാനസാന്തരത്തിന്റെ പ്രസംഗമാണ്. ലൂക്കോസ് സുവിശേഷം എടുത്താട്ടെ. ലൂക്കോസ് സുവിശേഷം അതിന്റെ 3:8 വാക്യം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന്. ഈ യോഹന്നാന്റെ പ്രത്യേകത, അവന്റെ വിശേഷണത്തെ കുറിച്ച് ധാരാളമുണ്ട് കേട്ടോ. പക്ഷെ അവന്റെ പ്രസംഗം മാനസാന്തരമാണ്. നോഹയുടെ പ്രസംഗം, കൃപ ലഭിച്ച നോഹയുടെ പ്രസംഗം മാനസാന്തരമാണ്. സ്തോത്രം. ശിഷ്യന്മാരുടെ പ്രസംഗം, യേശുവിന്റെ പ്രസംഗം ഒക്കെ എടുത്ത് പഠിക്കണം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുക. അപ്പൊ അവരുടെ പ്രസംഗവും മാനസാന്തരമാണ്. പാസ്റ്റർ വിനിൽ ഇന്നും പ്രസംഗിക്കുന്നത് നിങ്ങൾ മാനസാന്തരപ്പെടാനാ, വിശുദ്ധിയിലേക്ക് വരാനാ, മടങ്ങി വരാനാ. ഓരോ ദൈവദാസന്മാരുടെ ആഗ്രഹം ദൈവമക്കളുടെ മാനസാന്തരമാണ്. സ്നാപയോഹന്നാൻ പറയാ, സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തിൽ നിന്ന് തെറ്റി ഒഴിയാൻ നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ചെന്നാര്? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ.
മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. മാനസാന്തരപ്പെട്ടാൽ യോഗ്യമായ ഫലം കായ്ക്കണം. മനസ്സിലായോ? സ്തോത്രം. അദ്ദേഹത്തിന്റെ പ്രസംഗം മുഴുവൻ റിപ്പന്റൻസ് ആണ്, മനസാന്തരമാണ്. യഹൂദ മലനാട്ടിൽ നിന്നും ഗലീലയിൽ നിന്നും ചുറ്റുവട്ടത്തുള്ളവരെല്ലാം ജോർദാനിൽ അവനാൽ സ്നാനമേൽക്കാൻ വരികയാണ്. അവരോടൊക്കെ പറയാനുള്ളത്, പരീശം വന്നാലും ശാസ്ത്രിമാര് വന്നാലും ആര് വന്നാലും അവരോട് പറയാനുള്ളത് മാനസാന്തരപ്പെടണം, മനസാന്തരപ്പെടണം. ഏത് ഉന്നതം വന്നാലും യോഹന്നാന് പറയാൻ ഒന്നേ ഉള്ളൂ, മാനസാന്തരപ്പെടണം. ഹെരോദാവിന്റെ ഭാര്യ സഹോദരന്റെ ഭാര്യ വെച്ചോണ്ടിരിക്കുക. ഹെരോദാവ് ആ രാജ്യത്തെ രാജാവ്. സഹോദരന്റെ ഭാര്യ വെച്ചോണ്ടിരിക്കുമ്പോ ഹെരോദാവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നീ ചെയ്യുന്നത് വിഹിതമല്ല. അത് ഉന്നതനാണേലും പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. അതാണ് ശ്രാവ യോഹന്നാൻ. മാനസാന്തരത്തിന്റെ പ്രസംഗം, ഒറ്റ പ്രസംഗം. ഹല്ലേലൂയാ. ഇന്ന് പകൽ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ദൈവത്തിന്റെ ശബ്ദമാകുന്നവൻ മാനസാന്തരം പ്രസംഗിച്ചോണം. ആമേൻ. ദേശത്ത് യേശുവിനെ കുറിച്ച് പ്രസന്റ് ചെയ്യുമ്പോൾ ന്യായവിധിയെ കുറിച്ച് പ്രസംഗിക്കുന്ന പ്രസംഗകരാക്കി നിങ്ങളുടെ തലമുറകളെ തീർക്കട്ടെ. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രസംഗിക്കുന്നത് നിങ്ങളൊന്ന് മനസ്സിൽ കണ്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നാളെ ഈ ബൈബിൾ എടുക്കുന്നത് നിങ്ങൾ മനസ്സിൽ കണ്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നാളെ കവലകളിലും ദേശത്തും സഭകളിലും അനേകരുടെ നടുവിൽ നിന്ന് യേശുവിനെ ഉയർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ഇതിൽ ഫലഭാഗ്യമില്ല. അവൻ മരുഭൂമിയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും മരുഭൂമിയിലാണെങ്കിലും നിന്റെ തലമുറ യേശുവിനെ ഉയർത്തുന്നുണ്ടോ? ഇതിൽ ഫലഭാഗ്യമില്ല. സ്തോത്രം. യോഹന്നാൻ ആമേൻ. അവൻ മാനസാന്തരം പ്രസംഗിച്ചു. സ്തോത്രം. ഒറ്റ വാക്യം കൂടെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1:29 വാക്യം. പാവങ്ങൾ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആ വാക്യം. പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവർ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. മാനസാന്തരം പ്രസംഗിക്കുക മാത്രമല്ല, യേശുവിനെ പരിചയപ്പെടുത്തുന്നതിലും യോഹന്നാൻ മുൻപിലാണ്. യേശു നടന്നുപോലെ കണ്ടപ്പോൾ തന്റെ ശിഷ്യന്മാരോട് പറയും, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശുവിനെ കാണിച്ചു കൊടുത്തു. അങ്ങനെയാ ശരിക്കും യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരാണ് യേശുവിന്റെ ശിഷ്യന്മാരായി തീർന്നത് പലരും. മനസ്സിലാകുന്നുണ്ടോ? യേശുവിനോട് വഴി നിരത്തി കൊടുത്തു, യേശുവിന് പാത നിരപ്പാക്കി കൊടുത്തു. കുന്നുകളെ നിരപ്പാക്കുന്നത് പോലെ ദൈവം വരാൻ, യേശു പ്രസംഗിക്കാൻ വഴി വെട്ടി നിരപ്പാക്കി കൊടുത്തു, യേശുവിനെ കാണിച്ചു കൊടുത്തു. മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ നാളുകളിൽ നമ്മുടെ പെന്തക്കോസ് സമൂഹത്തിൽ ഭക്തന്മാർ, ദൈവഭയമുള്ളവർ, ദൈവകൽപ്പന അനുസരിക്കുന്ന ഒരു വലിയ കൂട്ടം തലമുറകളെ ദൈവം നമുക്ക് തരും. നമുക്ക് കാണിച്ചു കൊടുക്കാൻ യേശുവേ ഉണ്ടാകത്തുള്ളൂ. യേശുവിനെ കാണിച്ചു കൊടുക്കുക, നമ്മുടെ ജീവിതം കാണിച്ചു കൊടുക്കുക. അനുഗ്രഹിക്കപ്പെട്ട നിലയിലേക്ക് നമ്മുടെ തലമുറകൾ മാറ്റപ്പെടട്ടെ. കണ്ണുകൾ അടയ്ക്കാം. ഒരു ദിവസം ദൈവസന്നിധി എഴുന്നേറ്റ് നാട്ടെ. എല്ലാ ദൈവമക്കളും ദൈവസന്നിധി എഴുന്നേറ്റ് നാട്ടെ. ദൈവത്തിന്റെ ശബ്ദമാകുന്ന തലമുറകൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ദൈവത്തിന്റെ ശബ്ദമാകുക. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ ശബ്ദമാകുക. ലോകമോഹത്തേക്കാൾ വലുത് അവൻ വളരണം, ഞാൻ കുറയണം.